Hello students, welcome to the third class of gas turbine. ഈ ക്ലാസ്സിലും ഞാൻ രണ്ട് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലംസിൻ്റെ സിമിലർ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് തന്നെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് ഒരു ഗ്യാസ് ടർബൈൻ യൂണിറ്റ് റിസീവ്സ് എയർ അറ്റ് 1 bar and 300 Kelvin and compresses it to adiabatically to 6.2 bar. The compressor efficiency is 88%. The fuel has a heating value of the calorific value of the fuel is given as 44,186 kilojoule per kilogram, and the fuel air ratio is 0.017 kilojoule per kilogram of air. The turbine internal efficiency is 90%. The internal efficiency of the turbine is given as 90%. അങ്ങനെയൊക്കെയാണെങ്കിൽ calculate the work of turbine and compressor per kilogram of air as the air compressed and find out the thermal efficiency. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. Okay, you have to find out how much quantity of work from the turbine, how much work needed for the compressor, also the thermal efficiency of the plant. For the products അവർ പറഞ്ഞിട്ടുണ്ട്, take the CP value of for the combustion products, take the CP value is 1.147 kilojoule per kilogram Kelvin and gamma value 1.33 വാല്യൂ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം എന്ന് പറയുന്നത് ടർബൈൻ റിസീവ്സ് 1 bar, അതായത് ഇനിഷ്യൽ പ്രഷർ 1 ബാറും അതേ സമയത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 കെൽവിനുമാണ്. ആൻഡ് ഇറ്റ് ഈസ് അഡാബാറ്റിക്കലി കംപ്രസ്ഡ് ടു 6.2 pressure. So that is the pressure limits. അപ്പോൾ ഇനിഷ്യൽ പ്രഷർ 1 ബാറും ഫൈനൽ പ്രഷർ 6.2 ബാറുമാണ് ഉള്ളത്. കംപ്രസർ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, ഫ്യൂൽ എയർ റേഷ്യോ തന്നിട്ടുണ്ട്, ടർബൈൻ ഇൻറ്റേർണൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനീഷ്യൽ പ്രഷർ 1 bar, ഇനീഷ്യൽ ടെമ്പറേച്ചർ 300 Kelvin, ദെൻ പ്രഷർ P2 വാല്യൂ കോൺസ്റ്റൻറ്റ് പ്രഷർ ആയതുകൊണ്ടാണ് P3 വാല്യൂ എടുത്തിരിക്കുന്നത്, 6.2 bar ആണ്. ദെൻ compressor efficiency 88% and turbine efficiency 90%. fuel air ratio എന്ന് പറയുന്നത് it is 0.017 kilojoule per kilogram of air ആണ്. calorific value it is 44,186 തന്നിട്ടുണ്ട്. CP value of the combustion products എന്ന് പറയുന്നത് 1.147 ആണ്. വാല്യൂ എന്ന് പറയുന്നത് 1.333 ആണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, പ്ലാന്റിൻ്റെ TS ഡയഗ്രം പ്ലോട്ട് ചെയ്യാം. സോ പ്ലാന്റിൻ്റെ TS ഡയഗ്രത്തിനാന്ന് പറയുന്നത് സിമ്പിൾ ഗ്യാസ് ടർബൈൻ ആയതുകൊണ്ട് വി ഹാവ് ദ 2 പ്രഷർ ലിമിറ്റ്സ്, 1ഉം 2ഉം ആണ്. ദെൻ ഐസെൻട്രോപ്പിക് കംപ്രഷൻ ഉണ്ട്, അഡയാബാറ്റിക് കംപ്രഷൻ ഉണ്ട്, അതായത് ആക്ച്വൽ കംപ്രഷൻ ഉണ്ട്, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ഉണ്ട്, അഡയാബാറ്റിക് എക്സ്പാൻഷൻ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. സോ വി ജസ്റ്റ് മാർക്ക് ദ ഇനിഷ്യൽ പോയിന്റ്, അതായത് എയർ കയറുന്ന ഗ്യാസിലേക്ക് വരുന്ന അല്ല കംപ്രസറിലേക്ക് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് 1. ആഫ്റ്റർ കംപ്രഷൻ ഇറ്റ് ഈസ് 2. ഐസെൻട്രോപ്പിക് ആണെങ്കിൽ, അഡയാബാറ്റിക് ആണെങ്കിൽ ദാറ്റ് ഈസ് 2'. ആൻഡ് ഫ്രം 2' to 3 ഇറ്റ് ഈസ് ദ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ പ്രോസസ്സ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 1 to 2 എന്ന് പറയുന്ന സമയത്ത് കംപ്രസറിനകത്ത് ഒരു എയർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ വി ഹാവ് ടു ടേക്ക് ദ കണ്ടീഷൻസ്. ഇവിടെ എടുക്കുന്ന സമയത്ത് MCP ΔT എടുക്കുന്ന സമയത്ത് വി ഹാവ് ടു കൺസിഡർ ദ എയർ അലോൺ. ഫ്രം 2' to 3 ഇറ്റ് ഈസ് ദ എയർ ഫ്യൂൽ മിക്സ്ചർ. ദെൻ 3 to 4 എന്ന് പറയുന്നത് എന്താണ്, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ്. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ടർബൈൻ. ദെൻ 3 to 4' എന്ന് പറയുന്നത് അഡയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അതാണ് ആക്ച്വലായിട്ട് നടക്കുന്ന വർക്ക് ഹാപ്പനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം കിട്ടുമ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്, ഫൈനൽ പ്രഷറും തന്നിട്ടുണ്ട്. ഇതിനകത്ത് ടെമ്പറേച്ചർ അറ്റ് സെക്കൻഡ് സ്റ്റേജ് ഇല്ല, ടെമ്പറേച്ചർ അറ്റ് ഐസെൻട്രോപ്പിക് കഴിഞ്ഞിട്ട് വരുന്ന പോയിന്റില്ല, 2 ഇല്ല, 2' ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 4' ഇല്ല. സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് മിസ്സിംഗ് ടെമ്പറേച്ചർ ഫസ്റ്റ്. ഓക്കെ,
So we have the adiabatic process in the first process. We have to consider the isentropic compression when the compression happening in the compressor. 1 to 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ we have the temperature pressure relationship is there. T2 by T1 is equal to P2 by P1. From that എനിക്കറിയാം P2 by P1 എന്ന് പറയുന്നത് that is 6.2 ആണ്, അല്ലെങ്കിൽ പ്രഷർ P2 എന്ന് പറയുന്നത് 6.2 ആണ്, P1 എന്ന് പറയുന്നത് 1 ആണ്. ഗാമ വാല്യൂ is 4 taken for air ആണ്. സോ ദെൻ അവിടെ നിന്ന് എനിക്ക് T2 വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 505.2 കെൽവിൻ കിട്ടി. ദെൻ ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ T2 ഡാഷ്. T2 ഡാഷ് കാണാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് കംപ്രസറിൻ്റെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയാണ് എടുക്കുന്നത്. അതും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഡിനോമിനേറ്റർ വാല്യൂ എപ്പോഴും ഹയർ ആയിട്ടുള്ള വാല്യൂ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. സോ T2 ഡാഷ് മൈനസ് T1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എപ്പോഴും ഗ്രേറ്റർ. സോ യൂസ് ദാറ്റ് ഇക്വേഷൻ. ആൻഡ് കംപ്രസറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 88% തന്നിട്ടുണ്ട്. ആൻഡ് only missing value is the T2 dash. Amen. I can find out T2 dash, that is 533.2 Kelvin ആണ് തന്നിരിക്കുന്നത് കിട്ടുന്നത്. ഓക്കെ, അപ്പം T2 ഡാഷ് കിട്ടി. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് T3 ആണ്. T3 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ആഫ്റ്റർ ദ കമ്പസ്റ്റൻ ടെമ്പറേച്ചർ, അതായത് T2 ഡാഷ് വരുമ്പോഴത്തേക്ക് എയർ മാത്രം വന്നിട്ടുണ്ട്. T2 ഡാഷിലെത്തുമ്പോഴത്തേക്കും എയറും ഫ്യൂലും കൂടെ മിക്സ് ചെയ്തു അതിനെ കമ്പസ്റ്റ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് T3യിലെത്തുന്നത്. അപ്പം ടർബൈൻ ഗ്യാസ് ടർബൈനിലെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നതാണ് 3 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് മാസ് ഓഫ് ഫ്യൂവൽ എയർ ഇൻറ്റു മാസ് ഓഫ് ഫ്യൂവൽ ഇൻറ്റു സി എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് MCP ഡെൽറ്റ ടി ആണ്. ഓക്കെ, അതായത് കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ, എത്ര ക്വാണ്ടിറ്റിയിലാണോ നമുക്ക് ഫ്യൂൽ ബേൺ ചെയ്യുന്നത് അതിന് ഇത്രയും എമൗണ്ടിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് പറയുന്നത് മാസ് ഓഫ് എയർ പ്ലസ് മാസ് ഓഫ് ഫ്യൂൽ, ദാറ്റ് ഈസ് ദ മിക്സ്ചർ ഇൻറ്റു CP ഇൻറ്റു T3. ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ T3 മൈനസ് T2 ഡാഷ് ആണ്. സോ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് എന്ത് സംഭവിക്കുന്നത്, ഹീറ്റ് അഡിഷൻ നടക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു, അതായത് ഹീറ്റ് സപ്ലൈഡ് ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് MA ഇൻറ്റു MF, ദാറ്റ് ഈസ് എ മിക്സ്ചർ ഇൻറ്റു CP ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് T3 മൈനസ് T2 ഡാഷ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് MF ഇൻറ്റു C ആണ്, കലോറിഫിക് വാല്യൂ ആണ്. സോ അതിനെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ MF കൊണ്ടും മാസ് ഓഫ് ഫ്യൂൽ കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. അതിനകത്ത് എല്ലാ വാല്യൂസും നോൺ ആണ്. സോ MF ബൈ MA എന്ന് പറയുന്നത് ഫ്യൂൽ എയർ റേഷ്യോ ആണ്. ദാറ്റ് വാല്യൂ ഈസ് ഗിവൺ ആസ് 0.017 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ CP വാല്യൂ തന്നിട്ടുണ്ട്. സോ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനകത്ത് നിന്ന് അൺനോൺ വാല്യൂ ആയിട്ടുള്ള ടെമ്പറേച്ചർ അറ്റ് 3 കണ്ടുപിടിക്കുക. സോ ആ വാല്യൂ എന്ന് പറയുന്നതാണ് ഏറ്റവും ഗ്യാസ് ടർബൈൻ പ്ലാന്റിലെ ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ വന്നത് 1268 കെൽവിൻ വരും. അതാണ് ടെമ്പറേച്ചർ അറ്റ് 3 എന്ന് പറയുന്ന പോയിന്റ്. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് T4ഉം T4 ഡാഷും ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് T4ഉം T4 ഡാഷും ആണ്. സോ T4 കണ്ടുപിടിക്കാനായിട്ട് ഐ ക്യാൻ യൂസ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണ്, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ് ആണ്. അവിടെ എനിക്ക് പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് എടുത്താൽ മതി. T4 ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ടർബൈൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എടുത്താൽ മതി. ആ രീതിയിൽ തന്നെ നമുക്ക് ത്രൂ ഔട്ട് ഇത് ചെയ്തു പോകുന്നത്. സോ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ T4 ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻ എടുക്കാം. T4 ബൈ T3, എനിക്ക് T3 വാല്യൂ അറിയാം. പ്രഷർ ലിമിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം തന്നെയായിരിക്കും. അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, T4 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ T4 വാല്യൂ എന്ന് പറയുന്നത് 803.9 കെൽവിൻ ആണ്. അപ്പോൾ ഇവിടെ ഗാമ വാല്യൂ എന്ന് പറയുന്ന വാല്യൂ 1.33 ആണ്. കാര്യം ടർബൈനിൽ വരുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് കമ്പസ്റ്റൻ പ്രോഡക്റ്റായി, അവിടെ എയർ മാത്രമല്ല എയർ പ്ലസ് ഫ്യൂൽ മിക്സ്ചറും കൂടെ ചെയ്തിട്ടുള്ള കമ്പസ്റ്റൻ ബേൺഡ് പ്രോഡക്റ്റായി അതിൻ്റെ കലോറിഫിക് വാല്യൂവും അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് വാല്യൂവും അതിൻ്റെ ഗാമ വാല്യൂവുമാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. ഓക്കെ, അത് തെറ്റിപ്പോകാൻ ശ്രദ്ധിക്കണം. സോ അടുത്തെന്ന് പറയുന്നത് എനിക്ക് T4 വാല്യൂ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ടർബൈൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ എടുക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ ഡിനോമിനേറ്ററിൽ കൂടിയ വാല്യൂ വരുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്യുക. T3 മൈനസ് T4 എടുക്കുക. സോർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടർബൈൻ്റെ എഫിഷ്യൻസി 0.9 ആണ്. അതിൽ നിന്ന് എന്ത് കിട്ടും, T4 ഡാഷ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 850.3 Kelvin. So once you have all the temperature, I can easily substitute that in the equations. So compressor work എന്ന് പറയുന്നത് that is
സി പി ഇൻറ്റു ടി ടു ഡാഷ് മൈനസ് ടി വൺ ആണ്. സി പി ഇൻറ്റു ടി ടു ഡാഷ് മൈനസ് ടി വൺ ആണ്. അത് നമ്മൾ പി വി ഡയഗ്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ടി ടു ഡാഷ്. കംപ്രസർ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എം സി പി ഇൻറ്റു ടി ടു ഡാഷ് മൈനസ് ടി വൺ. അതാണ് നമ്മൾ അവിടുത്തെ കംപ്രസർ വർക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. സോ സി പി ഇൻറ്റു ടി ടു ഡാഷ് മൈനസ് ടി വൺ, ദാറ്റ് ഈസ് അവിടെ എയർ ആണ് എടുക്കുന്നത്. സോ സി പി വാല്യൂ എന്ന് പറയുന്നത് 1.003. ടെമ്പറേച്ചർ രണ്ടും ഉണ്ട്. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഈസിലി ഫൈൻഡ് ഔട്ട് ദ ടെമ്പറേച്ചർ വാല്യൂ, കംപ്രസർ വർക്ക്. ദെൻ ടർബൈൻ വർക്ക് എന്ന് പറയുന്നത് സി പി ജി ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്യാസ് ആണ് വരുന്നത്. സോ അതിൻ്റെ വാല്യൂ എനിക്ക് 1.147 തന്നിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ടി ത്രീ വാല്യൂവും ടി ഫോർ ഡാഷും ഉണ്ട്. അതിൽ നിന്നിട്ട് കണ്ടുപിടിക്കാം. സി പി വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. സോ അവിടെ നിന്നിട്ട് കംപ്രസറിൻ്റെ ടർബൈൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി ഇൻറ്റു ടി ഫോർ ഡാഷ് ടി ത്രീ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഗ്രേറ്റർ വാല്യൂ ടി ത്രീ ആണ്. സോ ടി ത്രീ മൈനസ് ടി ഫോർ ഡാഷ് ആയിരിക്കും ടർബൈനിന് വരുന്നത്. സോ സി പി ജി ഇൻറ്റു ടി ത്രീ മൈനസ് ടി ഫോർ ഡാഷ് ആണ്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടർബൈൻ വർക്ക്. സോ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്കാണ്. സോ ദാറ്റ് ഈസ് 244.7 കിലോ ജൂൾ പെർ കിലോഗ്രാം കിട്ടിയിരിക്കുന്നു. ദെൻ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് പെർ കിലോഗ്രാം ഓഫ് എയർ എന്ന് പറയുന്നത് നമുക്കറിയാം 0.017 ഇൻറ്റു കലോറി വാല്യൂ ഓഫ് ദ ഫ്യൂൽ ആണ്. സോ പെർ കിലോഗ്രാം ഓഫ് എയറിൽ എനിക്കുള്ള ഹീറ്റ് സപ്ലൈഡ് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ദെൻ തെർമൽ എഫിഷ്യൻസി പറയുന്നത് നെറ്റ് വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. സോ ഐ ക്യാൻ ഈസിലി സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ആൻഡ് ഒബ്റ്റെയിൻ ദാറ്റ് 32.57. that is the thermal efficiency of the plant. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. Okay, then next problem, they are asked to find out the air fuel ratio in a gas turbine whose turbine and compressor efficiencies are 85% and 80% respectively. The maximum cycle temperature is 875 degrees Celsius. The working fluid can taken as air. Its value, Cp value is 1 kilojoule per kilogram Kelvin. Gamma it is 1.4, which enters the compressor at 1 bar and 27 degrees Celsius. The pressure ratio is 4. The fuel used has a calorific value of 42,000 kilojoule per kilogram. There is loss of 10% of calorific value in the combustion chamber. So ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. They are asked to find out the required quantity of air fuel ratio. Comparatively, this is a simple problem. So first of all, we have to write down what are the informations they given. Informations എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കംപ്രസറിൻ്റെയും ടർബൈൻ്റെയും എഫിഷ്യൻസീസ് തന്നിട്ടുണ്ട്, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസീസ് തന്നിട്ടുണ്ട്. മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 875 ആണ്. സോ മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ നമ്മുടെ ടി എസ് ഡയഗ്രാം വരയ്ക്കുമ്പം ദാറ്റ് ഈസ് അറ്റ് ടി ത്രീ ആണ്. സോ ടി ത്രീ വാല്യൂ ഈസ് 875 ഡിഗ്രി സെൽഷ്യസ്. ദെൻ which the air enters at the compressor at 1 bar and 27 degrees Celsius. അപ്പം ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് it is 27 degrees Celsius. ഇനിഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് that is 1 bar. Then P2 value, അതായത് പ്രഷർ and the pressure ratio is 4. So P2 by P1 എന്ന് പറയുന്നത് 4 ആണ്. അതും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഫ്രം ദിസ് ഇൻഫർമേഷൻസ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഇനിഷ്യൽ പറഞ്ഞതുപോലെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് എല്ലാം കണ്ടുപിടിക്കുക. സോ T2 കണ്ടുപിടിക്കാനായിട്ട് ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആയതുകൊണ്ട് അവിടെ നമ്മൾ ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻഷിപ്പ് എടുക്കുക. T2 ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കംപ്രസറിൻ്റെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എടുക്കുക. T4 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐസെൻട്രോപ്പിക് ആയിട്ടുള്ള എക്സ്പാൻഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് അവിടുത്തെ P2 പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് എടുക്കുക. T4 ഡാഷ് കാണാൻ വേണ്ടിയിട്ട് ടർബൈൻ്റെ എഫിഷ്യൻസി എടുക്കുക. ഓക്കെ, സോ T2 by T1 നമ്മൾ ഐസെൻട്രോപ്പിക് കംപ്രഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻഷിപ്പ് എടുക്കുക. അതിനകത്ത് നിന്ന് T2 by T1 ഈക്വൽ ടു P2 by P1 ഹോൾ റൈസ് ടു ഗാമ ബൈ ഗാമ മൈനസ് 1 ആണ്. ഓൾ ദ വാല്യൂസ് ആർ നോൺ എക്സെപ്റ്റ് ടെമ്പറേച്ചർ at 2. So I obtained the temperature values 445.8 Kelvin. Then I used the compressor efficiency equation എടുക്കാം. So T2 by T1 by T2 dash minus T1 നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എനിക്ക് കംപ്രസർ എഫിഷ്യൻസി തന്നിട്ടുണ്ട് 0.8 ആണ്. ദെൻ മിസ്സിംഗ് ആയിട്ടുള്ള T2 ഡാഷ് അൺനോൺ ആയിട്ടുള്ള T2 ഡാഷ് വാല്യൂ
ഈ ഇക്വേഷനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 482.2 കെൽവിൻ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് ബൈ ദ ഫ്യൂവൽ ഈസ് ഈക്വൽ ടു ഹീറ്റ് ടേക്കൺ ബൈ ദ ബേൺഡ് ഗ്യാസ് ആണ്. അതാണ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. സോ വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈഡ്? അപ്പം MF ഇൻറ്റു സി ആണ് എന്തെന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് ബൈ ദ ഫ്യൂവൽ എന്ന് പറയുന്നത്. അതിനകത്തൊരു 10% ലോസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് 0.9 ഇൻറ്റു MF ഇൻറ്റു സി. അതാണ് നമുക്ക് കമ്പസ്റ്റൻ പ്രോഡക്റ്റ് കമ്പസ്റ്റൻ ടോട്ടൽ നമുക്ക് കിട്ടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 10% ലോസ് കഴിഞ്ഞിട്ടുള്ളത്. ആ വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെ പോലെ തന്നെ MA + MF എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് നമുക്കുള്ള ടർബൈൻ്റെ അകത്ത് വരുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി. MA എന്ന് പറയുന്നത് മാസ് ഓഫ് എയർ, MF എന്ന് പറയുന്നത് മാസ് ഓഫ് ഫ്യൂലാണ്. CP ഇൻറ്റു T3 - T2 ആണ് അവിടെ വരുന്ന ടെമ്പറേച്ചർ ലൈൻസ് എന്ന് പറയുന്നത്, പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന് ഈ ഇക്വേഷനെ ഞാൻ റീ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് C ഇൻറ്റു MA/MF ഇൻറ്റു CP ഇൻറ്റു എല്ലാ വാല്യൂസിനെ ഞാൻ ഇപ്പുറത്തോട്ട് C മാത്രം ഇവിടെ ഇട്ടിട്ട് ബാക്കി വാല്യൂസിനെ ഞാൻ RHSലേക്ക് കൊണ്ടുവരുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ അങ്ങനെ ഓർഡർ ചെയ്തു, ഈ ഇക്വേഷൻ എടുത്തു. സോ വാല്യൂ എനിക്ക് പറയുന്നത് C = MA/MF + C ഇൻറ്റു CP ഇൻറ്റു T3 - T2 ബൈ 0.9 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. സോ അതിനകത്ത് നിന്ന് എനിക്ക് കലോറിഫിക് വാല്യൂ ഗിവൺ ആസ് 42,000 ആണ്. സോ ദെൻ ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് MI/MF. അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, മാസ് ഓഫ് എയർ ടു എയർ ഫ്യൂൽ മിക്സ്ചർ റേഷ്യോ. ഓൾ അതർ വാല്യൂസ് എനിക്ക് അറിയാവുന്നതാണ്. ടെമ്പറേച്ചർ വാല്യൂസ് എല്ലാം അറിയാം. CP വാല്യൂ 1 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് 55.77 എടുത്തു. ഇതേ റൗണ്ട് ചെയ്തു, ദാറ്റ് ഈസ് 56 എടുത്തു. സോ ദ റിക്വയർഡ് ആൻസർ എയർ ഫ്യൂൽ റേഷ്യോ ഈസ് 56:1. That is the answer. Okay, hope you understood it. Thank you.